നമുക്ക് സിംഗപ്പൂരിനെ കുറിച്ചൊന്ന് നോക്കാം. സിംഗപ്പൂർ വളരെ ചെറിയൊരു നേഷനാണ്. മലേഷ്യക്ക് അടുത്ത് ഉള്ള വളരെ ചെറിയൊരു രാജ്യം, ഇൻഡിപെൻഡന്റ് നേഷൻ. ലോജിസ്റ്റിക്സ് ആണ് അവിടുത്തെ മെയിൻ ബിസിനസ്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ആൻഡ് ടൂറിസം അവിടുത്തെ മെയിൻ ബിസിനസ് ആണ്. ഒരുപാട് സ്റ്റുഡൻസ് സിംഗപ്പൂരിൽ പോകാൻ താല്പര്യപ്പെടുന്നത് അവിടുത്തെ ലോ ഫീസ് കൊണ്ടാണ്. പക്ഷെ നമ്മൾ സിംഗപ്പൂരിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിംഗപ്പൂർ ഒരിക്കലും ഒരു PR ഫ്രണ്ട്ലി കൺട്രി അല്ല. സിംഗപ്പൂര് ഫേമസ് ആയിട്ടുള്ള അവരുടേതായ യൂണിവേഴ്സിറ്റീസ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ പല ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസിൻ്റെയും മറ്റു പല രാജ്യങ്ങളുടെയും യൂണിവേഴ്സിറ്റികളും സിംഗപ്പൂരുണ്ട്. നിങ്ങൾക്ക് ആ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നതിനേക്കാളും കുറഞ്ഞ ഫീസിൽ ഈ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കാം എന്നൊരു ബെനിഫിറ്റ് സിംഗപ്പൂരിലുണ്ട്. സിംഗപ്പൂരിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസും അതുപോലെ തന്നെ പ്രൈവറ്റ് പോളിടെക്നിക്സും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും സിംഗപ്പൂരിൽ അവൈലബിൾ ആണ്. എപ്പോഴും ഈസി നമുക്ക് വിസ കിട്ടാൻ സിംഗപ്പൂർ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ്. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കൂടുതലും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും അവിടുത്തെ സ്പെഷ്യലി സ്കിൽഡ് റിക്വയർമെന്റ് ഉള്ള ജോബ്സ് ഉള്ള പ്രൊഫഷനാണ് സിംഗപ്പൂർ അവൈലബിൾ ആയിട്ടുള്ളത്. നോർമലി ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ജനുവരി ഇൻടേക്ക്, ഏപ്രിൽ മെയ് ഇൻടേക്ക്, സെപ്റ്റംബർ ഇൻടേക്ക്, ഇങ്ങനെ 3 ഇൻടേക്കുകളാണ് മെയിനായിട്ടുള്ളത്. 3 years to 4 years UG കോഴ്സസും 1.5 to 2 years PG കോഴ്സസുമാണ് സിംഗപ്പൂർ അവൈലബിൾ ആയിട്ടുള്ളത്. ഫീസ് മറ്റുള്ള പല യൂറോപ്യൻ കൺട്രീസിനെയും കമ്പയർ ചെയ്യുമ്പോൾ വളരെ അഫോർഡബിൾ ആയ ഫീസാണ് സിംഗപ്പൂർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനുള്ളത്. അതുപോലെ തന്നെ സിംഗപ്പൂര് സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ, അവരുടെ റാങ്കിങ്ങുകൾ സിംഗപ്പൂരിലുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റീസിൻ്റെ വളരെ ഹൈ ആണ്. ഇന്റർനാഷണലി പല യൂണിവേഴ്സിറ്റീസിനെയും കമ്പയർ ചെയ്യുമ്പോഴുള്ള റാങ്കിങ്ങിന് സിമിലർ ആയിട്ടുള്ള റാങ്കിങ് നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് സിംഗപ്പൂരുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള എന്നാൽ ബെസ്റ്റ് റാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുന്ന താല്പര്യമുള്ള ആളുകൾക്ക് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാവുന്ന ഒരു രാജ്യമാണ് സിംഗപ്പൂർ. അവിടെ ഏതൊക്കെ കോഴ്സുകളാണെന്ന് നോക്കാം. മെയിൻലി IT റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് കൂടുതൽ ഡിമാൻഡിലുള്ളത്. അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും ഡിമാൻഡിലുണ്ട്. ടെക്നിക്കലി ഉള്ള കോഴ്സുകൾക്കാണ് കൂടുതലും സിംഗപ്പൂർ ഡിമാൻഡ് ഉള്ളത്. അപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാവുന്ന ഒരു രാജ്യമാണ് സിംഗപ്പൂർ. സിംഗപ്പൂർ ബേസിക്കലി 2 തരം സ്റ്റേ ബാക്ക് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 1 year ജോബ് സെർച്ചിന് വേണ്ടിയിട്ടുള്ള ഹയർ റിക്വയർമെൻ്റ് ഉള്ള ഒരു വിസയും, അല്ലെങ്കിൽ അപ് ടു 3 months ഓഫ് ജോബ് സെർച്ചിനുള്ള ഓപ്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈവൻ ദോ നിങ്ങളൊരു ജോബ് സിംഗപ്പൂരിൽ കണ്ടുപിടിച്ചാലും കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് മാക്സിമം അപ് ടു 5 years ആണ് നിങ്ങൾക്ക് സിംഗപ്പൂരിൽ നിൽക്കാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു 6 months ക്യാൻസലേഷൻ വന്നിട്ട് പിന്നെ വീണ്ടും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ റീ ആപ്ലിക്കേഷൻ ചെയ്ത് അവിടെ ട്രൈ ചെയ്യാം എന്നുള്ളതാണ് പോസിബിലിറ്റി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ തീരെ PR ഫ്രണ്ട്ലി കൺട്രി അല്ല സിംഗപ്പൂർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര ഹൈ ഏണിംഗ് സാലറി എടുത്താൽ പോലും നിങ്ങൾക്ക് അവിടെ ഒരു റെസിഡൻസ് കിട്ടാൻ വളരെ പാടാണ്. ഒരുപാട് പേര് അതിൻ്റെ പേരിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സിംഗപ്പൂർ. പക്ഷേ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് റിലേറ്റഡ് ഫീൽഡിൽ ഇപ്പോൾ ഏറ്റവും ചില സ്റ്റുഡൻസ് ചോദിക്കും, ഏറ്റവും കുറഞ്ഞ ഫീസുള്ള കോഴ്സ് ഏതാണ്, ലിവിങ് എക്സ്പെൻസ് ഏറ്റവും കുറവ് കാണിക്കാവുന്ന രീതിയിൽ എങ്ങനെ പോകാൻ പറ്റുന്നതൊക്കെയാണെന്നുള്ള ഒരു ഓപ്ഷൻ ചോദിക്കാറുണ്ട്. അങ്ങനെ 10th ശേഷം 12th ചെയ്തിട്ടില്ല, 12th ഇല്ലാതെ തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോകണം എന്ന് ആഗ്രഹിക്കണേ, എന്നാൽ ചെന്നിട്ട് ഒരു കോഴ്സ് കഴിയുമ്പോൾ ഒരു ജോബ് ഗ്യാരണ്ടി ഉള്ള ഒരു പ്രൊഫഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗപ്പൂർ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോളേജസിൽ നമുക്ക് ചെയ്താൽ അങ്ങനെയുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അവർ ഡ്യൂറിങ് സ്റ്റഡീസ് ഫസ്റ്റ് 6 months നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം അവർ വിത്ത് പെയ്ഡ് ഇന്റേൺഷിപ്പ് ആയിരിക്കും. അങ്ങനെ ആ കോഴ്സ് 1.5 year നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അപ് ടു 4 to 5 years നമുക്ക് അവിടെ ഒരു വർക്ക് വിസയിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാവുന്നതാണ്. പിന്നീട് അതിനുശേഷം നമുക്ക് വേറൊരു നല്ല രാജ്യത്തേക്ക്, മറ്റൊരു രാജ്യത്തേക്ക്, PR ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യത്തേക്കോ അല്ലെങ്കിൽ വേറൊരു കൺട്രിയിലേക്ക് നമുക്ക് മാറി നമുക്ക് ജോബ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ സിംഗപ്പൂർ വളരെ ചെറിയ രാജ്യമാണെങ്കിലും ഒരുപാട് കമ്പനീസിൻ്റെ ഒരു ഹബ്ബാണ്. സിംഗപ്പൂർ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ് അവിടെ ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. ലോജിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ട്, IT റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ സയൻസ് ആൻഡ് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികളുടെ ഹബ്ബ് അവിടെ ഉണ്ട്. നിങ്ങൾ ഒരു കാര്യം ഒരു സിംഗപ്പൂരിയൻസിൻ്റെ കൂടെ മാത്രമല്ല മറ്റ് പല ഏഷ്യൻ കമ്മ്യൂണിറ്റീസിൻ്റെ കൂടെ ഇടപഴകാനും അതുപോലെ നിങ്ങൾക്ക് ഒരു ഗ്ലോബൽ എക്സ്പോഷർ കിട്ടാനും ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു കൺട്രി തന്നെയാണ് സിംഗപ്പൂർ. സിംഗപ്പൂർ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ള സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പോകാൻ നോക്കുന്ന ഒരു കൺട്രിയാണ് നിങ്ങൾ നോക്കണമെങ്കിൽ
നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സിംഗപ്പൂർ കൺസിഡർ ചെയ്യാം. സിംഗപ്പൂർ ലിവിങ് കോസ്റ്റും മറ്റു കാര്യങ്ങളും അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം അല്പം കൂടുതലാണെങ്കിലും ജോബ് എന്നുള്ളൊരു കാര്യം വളരെ ഈസി ആയിരിക്കും സിംഗപ്പൂരിൽ നിന്ന് ഒരു കൺട്രി നിങ്ങൾ ചൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കോൺടാക്ട് ചെയ്യുക. IELTS ഇല്ലാത്ത കോഴ്സുകളും നമുക്ക് സിംഗപ്പൂരിൽ ചെയ്യാവുന്നേ ഉള്ളൂ. സോ പ്ലീസ് കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ്. അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് us ഓൺ വാട്സപ്പ്. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.